നമ്മളെ ബ്രെയിനിനെ കൂടുതൽ ഷാർപ്പും നല്ല സ്ട്രോങ്ങും ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു 4 ബ്രെയിൻ വർക്കൗട്ട്സ്. നമ്മളെ ഫിസിക്കൽ വർക്കൗട്ട് നമുക്ക് എന്താ പറയുക കണ്ടാൽ മനസ്സിലാവും അല്ലേ? നമ്മളെ ബോഡിക്ക് വേണ്ടിയ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ വർക്കൗട്ട്സ് ആയാലും പുഷപ്പ്, പുള്ളപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മളെ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബ്രെയിനിനുള്ള വർക്കൗട്ട് എങ്ങനെയാണോ നമുക്കത് മനസ്സിലാവുക? അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ മനസ്സിലാക്കി വരുന്ന സാധനമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിസിക്കൽ എക്സസൈസിന് നമ്മളെ ഫിസിക്കൽ ബോഡിക്ക് കൊടുക്കുന്ന ആ സെയിം ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനും കൂടി കൊടുക്കണടാ, നമ്മളെ ബ്രെയിനും കൂടി നമ്മൾ കൊടുക്കണം. നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു 4 വർക്കൗട്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. സോ ആ ഒരു 4 നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി പോലെ തന്നെ നമ്മളെ മൈൻഡും നല്ല സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ആവുന്നതായിരിക്കും. സോ ഞാൻ ഈ ഒരു മൈൻഡ് വർക്കൗട്ടിന് അല്ലെങ്കിൽ ബ്രെയിൻ വർക്കൗട്ടിനെ രണ്ടായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന് എന്താണ് ആ വർക്കൗട്ട്, രണ്ട് ആ വർക്കൗട്ട് എങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ എന്താക്കട ഇതിൽ സംസാരിക്കുന്നതാവാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിൻ വർക്കൗട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളെ ഫിസിക്കൽ വർക്കൗട്ട്. അതെ, നമ്മളെ ബോഡിക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഓവറോൾ ബ്ലഡ് ഫ്ലോ കൂടുന്നുണ്ട്. ഇങ്ങനെ ബ്ലഡ് ഫ്ലോ കൂടുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിലേക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഓക്സിജൻ അതുപോലെ തന്നെ പുതിയ പുതിയ ന്യൂട്രിയൻസ് പെട്ടെന്ന് എത്തുന്നുണ്ട്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തും. ഇങ്ങനെ എത്തുന്ന സമയത്ത് പുതിയ പുതിയ ന്യൂറോൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ മെമ്മറി പവർ, ലിസണിങ് എബിലിറ്റി, അതുപോലെ കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇത് നമ്മളെ ബ്രെയിനിനെ ഷാർപ്പൺ ചെയ്യാനും സ്ട്രോങ് ആക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതാണ് മെൻ്റൽ പസിൽസ് ആൻഡ് ഗെയിംസ്. നമുക്കറിയാം ഒരുപാട് പസിലുകൾ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് അല്ലേ? ഏറ്റവും ചെറിയ പസിലായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റാൻ എന്താ, നമ്മളെ കളിക്കുടുക്കലെ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളെ ഈ കോഴീനെ കൂട്ടിലെത്തിക്കുക ഇങ്ങനെ വരച്ച് വരച്ച് പോകും. അതേപോലെ ഒരുപാട് പസിൽസ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പസിൽസ് ഉണ്ട്. സുഡോക്കോ അങ്ങനെയുള്ള ഒരുപാട് പസിൽസ് അല്ലെങ്കിൽ ചെസ് ഗെയിംസ് ഇതൊക്കെ നമുക്ക് ആ ഒരു മെൻ്റൽ പസിൽസോ അല്ലെങ്കിൽ ഗെയിംസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇങ്ങനത്തെ ഗെയിംസ് നമ്മൾ എന്താക്കുകയാണ് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡെയിലി ഓരോ സുഡോക്കോ സോൾവ് ചെയ്യുക, ഡെയിലി നമ്മളെ സിബ്ലിങ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആരെങ്കിലും കൂടെ ഒക്കെ ഒരു ചെസ് ഗെയിം കളിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടിയും ആക്റ്റീവ് ആവുകയും ചെയ്യും. നമ്മളെ മൈൻഡിന് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ചെസ്സോ അല്ലെങ്കിൽ ഈ ഒരു പസിൽ ഗെയിംസോ കളിക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിലുള്ള ഒരുപാട് ഏരിയാസ് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമ്മളെ തിങ്കിങ് എബിലിറ്റിയിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ആവുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ എന്താവുന്നുണ്ടോ നമ്മൾ ഇങ്ങനത്തെ ചെസ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പസിൽ ഗെയിംസോ കളിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നുണ്ട്. ഇത് നമ്മളെ ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കൽ സമയങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്താക്കടാ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഒരുപാട് നമ്മളെ ചാനലിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സീരീസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. മറ്റൊന്നല്ല മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. എടാ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുകയെന്ന് അറിയാം, നമ്മളെ മൈൻഡ് കംപ്ലീറ്റ് കാമാവും. നമ്മൾ ആ ഒരു അറ്റ് ദി മൊമെൻറ്റ് ആ മൊമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ എന്താക്കാൻ തുടങ്ങണം, അവെയർ ആവാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടും. നമ്മളെ മൈൻഡിന് കൺഫ്യൂഷൻസ് കുറേയൊക്കെ ഒഴിവായി കിട്ടും. നമ്മളെ മൈൻഡിൻ്റെ മെയിൻ പ്രശ്നം എന്താടാ, നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക, ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എന്താക്കാൻ പറ്റാൻ മാറ്റാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ കൂടുതൽ ഷാർപ്പായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ്, നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആക്കാനും കൂടുതൽ കാം ആക്കാനും നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾ ഒരുപാട് മണിക്കൂർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ഡെയിലി ഇപ്പോൾ തീരെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് മിനിമം നിങ്ങൾ ചെയ്യും. അത്ര മതി. 24 മണിക്കൂറിൽ ഒരു 8 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ബ്രത്ത് മെഡിറ്റേഷൻ ചെയ്തോ. ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇതൊരു 8 മിനിറ്റ് ചെയ്യും. ഇങ്ങനെ മെല്ലെ 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 നിങ്ങൾ സമയം കൂട്ടി കൊണ്ടുവരും. അങ്ങനെ വേണം ചെയ്യാൻ. ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനെ കൂടുതൽ ഷാർപ്പാക്കാനും സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. നാലാമത്തെ നമ്മളെല്ലാവരും കെയർലെസ് ആയിട്ട് കാണുന്ന ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നമ്മളെ ബ്രെയിനെ ഷാർപ്പാക്കാനും സ്ട്രോങ് ആക്കാനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് നല്ല ഉറക്കം എന്ന് പറയുന്നത്. അതായത് ആവറേജ് ഒരു 6 ഹവേഴ്സ് എങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു 6 ഹവേഴ്സ് എങ്കിലും നിങ്ങൾ ഉറങ്ങണം എന്നാണ് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ ഉണർന്ന് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യം നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, പല തോട്ട്സും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ്. ഈ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നതിനെ ഓരോ വേണ്ട സ്ഥലത്തേക്ക് കാറ്റഗറി ചെയ്ത് ഓരോന്നിനും ഓരോ സ്ഥലത്തേക്ക് എത്തിച്ച് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടിയെന്നൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കടാ, നിങ്ങൾ തീരെ ഉറങ്ങാണ്ട് 2 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ബാക്കി 2 മണിക്കൂറോളം നിങ്ങൾ പല കാര്യങ്ങളും മൈൻഡിൽ കൊടുത്തിട്ട് ഈ വന്ന സാധനത്തിന് ആവശ്യത്തിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വന്ന സാധനം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെക്കൊണ്ടാണ് എന്ത് പറയുന്നത്, സ്ലീപ്പ് എന്ന് പറയുന്നതും ഇതിൽ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ പാർട്ടാണെന്ന് പറയാൻ കാരണം. കാരണം നിങ്ങൾ ആ ഒരു ദിവസം മൊത്തം അറിഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയതുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളെ മൈൻഡിൽ വെക്കുന്ന ഒരു ടൈമാണ് എന്ത്, ഈ ഒരു ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. സോ ഉറക്കത്തിനും നിങ്ങൾ വേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 4 നമുക്ക് ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ? ഒന്നെന്താ, ഉറങ്ങുക. നമ്മളെപ്പോഴും ഉറങ്ങുന്നതാണല്ലേ, അത് ഓവർ ഉറങ്ങാണ്ട് നിൽക്കുക, കുറയ്ക്കാണ്ട് നിൽക്കുക. ഒരു ആവറേജ് ഒരു 6 hours നിങ്ങൾ എന്താക്കുക, ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞത്, മെൻറ്റൽ പസിൽസ് ആൻഡ് ഗെയിംസ് കളിക്കുക. പസിൽ ഗെയിംസോ ചെസ്സോ അല്ലെ അങ്ങനെ എന്തെങ്കിലും കളിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം എന്താ, ഫിസിക്കൽ എക്സസൈസ്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലിയ ഹെവി വർക്കൗട്ടും ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയുള്ള ഒരു 15 പുഷപ്പ്, ഒരു 15 പുള്ളപ്പ്, ഒരു സിറ്റപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മളൊരു 21 ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിലായാലും എല്ലാത്തിലും പ്രൊഡക്റ്റീവായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.